ഭാവിയിലെ സൂപ്പർ സ്റ്റാറോ ഇതിഹാസമോ ആവാനുള്ള എല്ലാ മട്ടും ഭാവവുമുണ്ട് ഇന്ത്യൻ ഓപ്പണറായ യശസ്വി ജയ്സ്വാളിന്. വീരേന്ദ്ര സെവാഗിന്റെ ഒരു ഇടങ്കയ്യൻ വേർഷൻ എന്ന് തോന്നിപ്പിക്കുന്ന വേഗവും ഭയമില്ലായ്മയുമുണ്ട് അയാൾ ബാറ്റ് ചെയ്യുമ്പോൾ. 94 നിന്നും സിക്സർ അടിച്ച് സെഞ്ചുറി തികക്കാൻ അയാൾക്കൊരു മടിയുമില്ല. മോശം പന്തുകളെ അടിച്ചു തകർത്ത് അതിർത്തി കടത്തിയും ബഹുമാനിക്കേണ്ടവയെ ബഹുമാനിച്ചും അയാൾ ഇന്ത്യൻ ടീമിനൊരു മുതൽക്കൂട്ടായി നിൽക്കുകയാണ് ഇപ്പോൾ. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്കായി തകർപ്പൻ സെഞ്ചുറി നേടിയിരിക്കുകയാണ് യുവ ഓപ്പണറായ യശസ്വി ജയ്സ്വാൾ. നായകൻ രോഹിത് ശർമ്മ ഉൾപ്പെടെ സമ്മർദ്ദത്തിന് മുന്നിൽ വീണപ്പോൾ ഒരു വശത്ത് ജയ്സ്വാൾ തകർപ്പൻ പ്രകടനത്തോടെ കയ്യടി നേടുകയായിരുന്നു. സിക്സറിലൂടെയാണ് ജയ്സ്വാൾ സെഞ്ചുറി പൂർത്തിയാക്കിയത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. തകർപ്പൻ പ്രകടനം നടത്തിയതോടെ ജയ്സ്വാൾ പല വമ്പൻ റെക്കോർഡും ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. 22-കാരനായ അദ്ദേഹത്തിന്റെ മൂന്നാം സെഞ്ചുറിയാണിത്. വെറും 26 ഇന്നിംഗ്സിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഈ നേട്ടം. ഇന്ത്യയിലും വിദേശത്തും സെഞ്ചുറി നേടാൻ ജയ്സ്വാളിനായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 22 വയസ്സിനുള്ളിൽ തന്നെ ഇന്ത്യയിലും വിദേശത്തും സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ താരം എന്ന റെക്കോർഡിലേക്കാണ് ജയ്സ്വാൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറും രവിശാസ്ത്രിയും മാത്രം നേടിയ ആ റെക്കോർഡിലേക്കാണ് ജയ്സ്വാളും തന്റെ പേര് ചേർത്തിരിക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ നട്ടെല്ലായി മാറുന്ന പ്രകടനം നടത്തിയതോടെ വലിയ പ്രശംസയാണ് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇന്ത്യയുടെ ദ നെക്സ്റ്റ് വീരേന്ദ്ര സെവാഗ് എന്നും അതുപോലെ 3 ഫോർമാറ്റിലും വലിയ ഭാവി ഉണ്ടെന്നും ഒക്കെയാണ് ആരാധകർ ഇപ്പോൾ ഈ താരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിലയിരുത്തുന്നത്. സിക്സറിലൂടെ സെഞ്ചുറി പൂർത്തിയാക്കാൻ ജയ്സ്വാളിനായി നേരത്തെ ഞാൻ പറഞ്ഞു 94 റൺസിൽ നിൽക്കവെയാണ് അദ്ദേഹം സിക്സർ പറത്തുന്നത്. ഇതോടെ ടെസ്റ്റിൽ സിക്സറിലൂടെ സെഞ്ചുറി പൂർത്തിയാക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ പേര് ചേർക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തവണ ഈ നേട്ടത്തിലേക്ക് എത്തിയ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. അദ്ദേഹം 6 തവണ സിക്സറിലൂടെ സെഞ്ചുറി എടുത്തിട്ടുണ്ട്. അതുപോലെ രോഹിത് ശർമ്മ 3 തവണയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. KL രാഹുൽ, ഋഷഭ് പന്ത്, ഗൗതം ഗംഭീർ ഇവർ 2 തവണ സിക്സറിലൂടെ സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുണ്ട്. രാഹുൽ ദ്രാവിഡ്, കപിൽ ദേവ്, വീരേന്ദ്ര സെവാഗ്, ഇർഫാൻ പത്താൻ, MS ധോണി, R അശ്വിൻ, ചേതേശ്വർ പുജാര എന്നിവരെല്ലാം ഓരോ തവണ സിക്സർ അടിച്ചുകൊണ്ട് സെഞ്ചുറി എന്ന നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊപ്പം ജയ്സ്വാളും തന്റെ പേര് ചേർത്തിരിക്കുകയാണ്. പ്രതിരോധിച്ചു തുടങ്ങി നിലയുറപ്പിച്ച ശേഷമാണ് ജയ്സ്വാൾ കടന്നാക്രമിക്കാൻ തുടങ്ങിയത്. സ്പിന്നർമാരുടെ മോശം പന്തുകളെ തല്ലിപ്പറത്തിയ ജയ്സ്വാൾ 11 ഫോറും 3 സിക്സറും ഉൾപ്പെടെയായിരുന്നു സെഞ്ചുറി നേടുമ്പോൾ നേടിയിരുന്ന ബൗണ്ടറികൾ. 2022 ശേഷം ഇന്ത്യക്കായി നാട്ടിൽ 2 ടെസ്റ്റ് സെഞ്ചുറി നേടിയത് രോഹിത് ശർമ്മ മാത്രമാണ്. അദ്ദേഹത്തിനൊപ്പവും ഇപ്പോൾ ജയ്സ്വാൾ എത്തിയിരിക്കുകയാണ്. മയങ്ക് അഗർവാൾ, അശ്വിൻ, ശ്രേയസ് അയ്യർ, ജഡേജ, കോഹ്ലി, ഋഷഭ് പന്ത്, ശുഭ്മാൻ ഗിൽ എന്നിവരെല്ലാം ഓരോ സെഞ്ചുറികളാണ് നേടിയിട്ടുള്ളത്. നേരത്തെ രോഹിത് ശർമ്മ 14 റൺസിലും ശുഭ്മാൻ ഗിൽ 34 റൺസിലും ശ്രേയസ് അയ്യർ 27 റൺസിലും ഒക്കെ പുറത്തായപ്പോഴും ജയ്സ്വാൾ ആ സമയത്ത് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. ഇത്തവണത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 2 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരമായി മാറാനും ജയ്സ്വാളിന് സാധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സെഞ്ചുറിക്ക് പിന്നാലെ രോഹിത് ശർമ്മയും രാഹുൽ ദ്രാവിഡും എല്ലാം പവലിയനിൽ നിന്നും എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചത്. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ സെഞ്ചുറി എത്രത്തോളം ഈ കളിയിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് വ്യക്തമാവുകയാണ്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ യശസ് ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് ജയ്സ്വാൾ. ദുരിതങ്ങളെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ പൊരുതി തോൽപ്പിച്ച ജയ്സ്വാളിന്റെ വരവ് മുമ്പ് വാർത്തയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉജ്ജ്വല പ്രകടനമാണ് ബംഗ്ലാദേശിൽ നടന്ന അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയത് 6 വർഷം മുമ്പ്. ഫൈനലിൽ ലങ്കയെ ഇന്ത്യ തോൽപ്പിക്കുമ്പോൾ മികച്ച തുടക്കം നൽകിയത് ജയ്സ്വാളിന്റെ 113 പന്തിലെ 85 റൺസ് ആയിരുന്നു. ആ ടൂർണമെന്റിൽ 80 ശരാശരിയിൽ 318 റൺസാണെന്ന് ജയ്സ്വാൾ നേടിയത്. അതോടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ക്രിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിക്കാൻ UP-യിൽ നിന്നും മുംബൈയിലേക്ക് 11-ാം വയസ്സിൽ വണ്ടി കയറിയതാണ് ജയ്സ്വാൾ. കുഞ്ഞ് യശസ്വി ജയ്സ്വാളിന്റെ ചെലവുകൾ അന്ന് വായിക്കാൻ പോലും അദ്ദേഹത്തിന്റെ പിതാവിന് കഴിവുണ്ടായിരുന്നില്ല. ചെലവിനുള്ള പണമുണ്ടാക്കാൻ യശസ്വി പോലും ആ സമയത്ത് ഒരു പാൽക്കടയിൽ ജോലി ചെയ്തിരുന്നു. പരിശീലനത്തിന് ശേഷം തളർന്നുറങ്ങിയ അവനെ കടയുടമ പിന്നെ ഒരിക്കൽ ജോലിയിൽ നിന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കിയിരുന്നു ഒരു ദിവസം. അതിനുശേഷം ഏതാണ്ട് ഒരു 3 വർഷത്തോളം ഒരു ടെന്റായിരുന്നു യശസ്വി ജയ്സ്വാളിന്റെ വീട്. ക്രിക്കറ്റ് പരിശീലനത്തിന് ശേഷം ആ സമയത്ത് നിത്യച്ചെലവിനായി പാനിപ്പുരി വിൽക്കുന്ന കഥകളൊക്കെ ആ സമയത്ത് ഹിറ്റായിരുന്നു. ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാനുള്ള യാത്രയായിരുന്നു യശസ്വി ജയ്സ്വാളിൻ്റെത്. അപ്പോഴും സ്വപ്നങ്ങളിൽ വിരാട് കോഹ്ലിയും സച്ചിൻ ടെണ്ടുൽക്കറും ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ. ആസാദ് മൈതാനിലെ മുസ്ലിം യുണൈറ്റഡ് ക്ലബ്ബാണ് അന്ന് യശസ്വി ജയ്സ്വാളിന് അഭയം നൽകിയത്. അവിടെ ടെന്റിലായിരുന്നു താമസം. എങ്കിലും ക്രിക്കറ്റർ സ്വപ്നത്തിലേക്കുള്ള യാത്ര ദുഷ്കരമായിരുന്നു. പണമായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതോടെയാണ് ഭക്ഷണശാലയിൽ റൊട്ടി ഉണ്ടാക്കുന്ന ജോലിയിൽ യശസ്വി ജയ്സ്വാൾ ആ ഘട്ടത്തിൽ ഏർപ്പെട്ടത്. ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള ജോലികളൊക്കെയും അവിടുന്ന് ചെയ്തിരുന്നു. ഭക്ഷണവും അവിടുന്ന് തന്നെയായിരുന്നു. ദുരിതപർവമായിരുന്നു ആ കാലഘട്ടം. എങ്കിലും യശസ്വി ജയ്സ്വാളിനെ പരുവപ്പെടുത്തിയത് ആ കാലമായിരുന്നു എന്ന് പറയാം. പെട്ടെന്നായിരുന്നു പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ചത്. കോച്ച് ജ്വാല സിംഗിനെ കണ്ടുമുട്ടിയ ശേഷമാണ് ജയ്സ്വാൾ എന്ന താരം രൂപപ്പെടുന്നത്. ജയ്സ്വാളിന്റെ പ്രകടനത്തിൽ ഏറെ സന്തുഷ്ടനായിരുന്നു ജ്വാല. അദ്ദേഹം യശസ്വിയെക്കുറിച്ച് മുമ്പൊരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ അവനെ കാണുമ്പോൾ 11 അല്ലെങ്കിൽ 12 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് എന്നെ ഒരുപാട് ആകർഷിച്ചു. 1-ാം ഡിവിഷൻ ബോളർമാർക്കെതിരെ പോലും അദ്ദേഹം മനോഹരമായി കളിച്ചിരുന്നു. പിന്നീടെല്ലാം ജയ്സ്വാളിന്റെ വഴിയെ വരികയായിരുന്നു. സ്വപ്നങ്ങൾക്ക് വഴിയെ അവന്റെ ടാലന്റും ലോകം അറിയുകയായിരുന്നു.
100 in Under-19 World Cup, 100 in Denji Trophy, 100 in Irani Cup, 100 in Duleep Trophy, 100 in Vijay Hazare Trophy, 100 in India A, 100 in IPL, 300 at the age of 22. What a journey, Yashasvi Jaiswal. Take a bow.